കഴിഞ്ഞ കാലങ്ങളേക്കാൾ വരുവോയും കിട്ടിക്കൂടെ? ഒരംഗം വർദ്ധിച്ചു. താൽക്കാലിക അധ്യക്ഷൻ നടപ്പാക്കിയ ചില പരിഷ്കാരങ്ങളൊക്കെ പുനഃപരിശോധിക്കുന്നു പറഞ്ഞത് സംഘടനാ നടപടി നേരത്തെ അവരെ തിരിച്ചെടുത്തത്, പിന്നെ അതുപോലെ ഈ KPCC യൂത്ത് കോൺഗ്രസ് ജില്ലാധ്യക്ഷന്മാരായ ചുമതലയിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ ഈ പ്രസിഡന്റ് അധ്യക്ഷൻ നടപ്പാക്കിയ എല്ലാ പരിഷ്കാരങ്ങളും പുനഃപരിശോധിക്കുന്നു. എടുത്ത തീരുമാനത്തെ കുറിച്ച് പരാതിയുള്ള എല്ലാ തീരുമാനങ്ങളും ഈ വിഷയങ്ങളിൽ വ്യാപക പരാതിയുണ്ടോ? പരാതി നോക്കട്ടെ, ഞാൻ വന്നിരുന്നല്ലോ കസേല. പരാതിയാണ് ഉണ്ടാവും മേശല്ലാത്ത നോക്കിയിട്ട് പറയാം. പ്രസിഡന്റ് അങ്ങ് വന്നപ്പോഴേ ഈ CUC കമ്മിറ്റികൾ വ്യാപകമായി രൂപീകരിച്ചു, ഒപ്പം തന്നെ സെമി കേഡർ സംവിധാനമൊക്കെ ആക്കി. ഇതെല്ലാം ആക്കിയിട്ടും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബൂത്തിലിരിക്കാൻ പല സ്ഥലങ്ങളിൽ ആളില്ലാത്ത സ്ഥിതിയുണ്ട്. അത് ആരെങ്കിലും അട്ടിമറിച്ചതാണോ? അല്ല, അട്ടിമറിച്ചതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കോൺഗ്രസിന് വളരെ പിന്നെ വേരോട്ടം കുറഞ്ഞ കുറച്ച് സ്ഥലങ്ങളുണ്ട് നമുക്ക് കേരളത്തിൽ ഇപ്പോഴും ബാക്കിയുണ്ട്. ശരിയാണ്, കുറച്ച് സ്ഥലം, വളരെ കുറഞ്ഞ സ്ഥലമുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഒരു ഒട്ടുമിക്ക സ്ഥലത്തും നമ്മൾ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വരുന്ന 6 മാസം കൊണ്ട് കേരളത്തിൽ നമ്മൾ ആ താഴെത്തട്ടിലുള്ള ഇവിടെ എവിടെയാണോ വേക്കേണ്ടത് അത് നമ്മൾ നികത്തിയിരിക്കും. അതിന് ഉന്നതനായ ഒരു നേതാവിന് അതിന് ചാർജും കൊടുക്കും. ഈ ബൂത്ത് അടിസ്ഥാനത്തിലുണ്ടായ ഈ പിന്നോട്ട് പോക്ക്, പല സ്ഥലത്ത് പ്രവർത്തനങ്ങളിലുണ്ടായ പിന്നോട്ടായും അതെല്ലാം പരിശോധിക്കുമോ? പിന്നെന്താ പരിശോധിക്കും? അത് ആവശ്യപ്പെട്ട് കഴിഞ്ഞല്ലോ, റിപ്പോർട്ട് ചോദിച്ചു കഴിഞ്ഞല്ലോ. റിപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമല്ലേ, ഉണ്ടെങ്കിൽ 20 സീറ്റ് എന്നതിനപ്പുറം റിയലിസ്റ്റിക് ആയിട്ട് ഏതാണ് നമ്പർ? റിയലിസ്റ്റിക് ആയിട്ട് 2 ചികിത്സയ്ക്ക് പോകുന്ന സമയത്ത് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് KPCC സ്ഥാനത്ത് താങ്കളെ മാറ്റാമെന്നൊരു വിഭാഗം തുറന്നും ഓടിച്ചും പറഞ്ഞ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ ഈ താൽക്കാലികമായി മാറുന്ന സമയവും ചില രാഷ്ട്രത്തിൽ വിനിയോഗിക്കാൻ ശ്രമിച്ചത് പാർട്ടിക്ക് അകത്തുനിന്ന് താങ്കളെ പുകച്ച് പുറത്തിയടിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നതായി തോന്നിയിട്ടുണ്ട്? തോന്നിയിട്ടില്ല. തോന്നിയാൽ ഞാൻ അപ്പം പോയിക്കോളാം. ഭയങ്കര നിഷ്കളങ്കമായ മറുപടിയാണ്. ഞാൻ നിഷ്കളങ്കനാണ്, സ്ട്രേറ്റ് ഫോർവേഡായി. ഞങ്ങൾക്കിപ്പോ മനസ്സിലായിട്ടില്ലേ? പറയേണ്ടതല്ല, ഞാൻ നേരെ ചുവേ പറയും. ഒന്നും മറച്ചു വെച്ച് പൊത്തി വെച്ചിട്ടൊന്നും ഞാൻ പറയില്ല. അതുകൊണ്ട് തന്നെ അതെ, എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ആപത്തായിട്ടൊന്നും തോന്നിയിട്ടില്ല. ചെറിയ ഇതുപോലുള്ള ചില പോരായ്മകൾ വരുന്നു എന്നത് ഒഴിച്ച് കാര്യമായി ഇപ്പൊ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഷയമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും പാർട്ടിയെ നയിക്കുക? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KPCC അധ്യക്ഷ സ്ഥാനത്തിരുന്നുകൊണ്ട് ആരായിരിക്കും പാർട്ടി? ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞാൻ തന്നെ കണ്ടിന്യൂ ചെയ്യും. അതെല്ലാം ഹൈക്കമാൻഡിൽ മാറണം, ആരെങ്കിലും വെക്കണം തോന്നി അദ്ദേഹം ചെയ്യും. നമുക്ക് നിർത്താല്ലേ? ഇത്രയുമായി ബന്ധപ്പെട്ട് വരുന്ന പരാതികൾ അതിനെ അർഹിക്കുന്ന രീതിയിൽ പരിശോധിച്ച് പരിഹരിക്കും എന്ന് പറയുകയാണ് കെ. സുധാകരൻ.